10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് മാറുന്നു. ക്ലിഫ് ഹൗസിൽ നിന്ന് മാറിയെങ്കിലും അദ്ദേഹം കണ്ടോൺമെൻറ് ഹൗസിലാണോ പോകുന്നത്, അതോ എങ്ങനെയാണ് ഇനി പിണറായി വിജയൻ്റെ തലസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സജീവ രാഷ്ട്രീയം മുന്നോട്ട് പോവുക, അദ്ദേഹത്തിന് ഏത് പദവിയാവും വഹിക്കുക എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ അദ്ദേഹം വീട് മാറി ക്ലിഫ് ഹൗസിൽ നിന്നും മാറി അദ്ദേഹം ചിന്താ ഫ്ലാറ്റിലേക്കായിരിക്കും പോവുക എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ തലസ്ഥാനത്ത് തന്നെയുള്ള ഒരു വാടക വീട്ടിലേക്കാണ് മാറിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വാടക വീടിൻ്റെ മുന്നിലാണ്. ഇത് ബേക്കറി ജംഗ്ഷന് സമീപമുള്ള വീട്ടിലേക്കാണ്, അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ്, വാടക വീട്ടിലേക്കാണ് പിണറായി വിജയൻ താമസം മാറിയിരിക്കുന്നത്. അതായത് പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ ശേഷം നേരെ പിണറായി വിജയൻ ഈ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ അദ്ദേഹം നേരെ താമസം മാറി ഇവിടേക്ക് മാറി അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, പിണറായി വിജയൻ്റെ കുടുംബം ഒക്കെ തന്നെ ഈ വീട്ടിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ വീട്ടിലേക്കാണ് താമസം മാറിയിരിക്കുന്നത്. ഈ പിണറായി വിജയൻ തലസ്ഥാനം കേന്ദ്രീകരിച്ച് തന്നെ തൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്ന് തന്നെയുള്ള സന്ദേശം തന്നെയാണ് ഇതിലൂടെ നൽകുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ തുടരുമോ, അത് ഇവിടെ നിന്ന് നേരെ കണ്ടോൺമെൻറ് ഹൗസിലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 10 വർഷം തുടർഭരണത്തിലേറി ചരിത്ര വിജയം നേടി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹം പാർട്ടി വലിയ രീതിയിലൊരു പരാജയം ഏറ്റുവാങ്ങിയ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ എന്ന നേതാവ് അദ്ദേഹം തലസ്ഥാനം വിട്ടു പോകുന്നില്ല. തലസ്ഥാനം കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് തന്നെ, നിർണായക പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടിയെ ചലിപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തലസ്ഥാനത്ത് തന്നെയുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു. തുടർ നീക്കങ്ങളൊക്കെ തന്നെയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം വിട്ട് പിണറായി വിജയൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്.